എല്ലാവർക്കും നമസ്കാരം. അത് കുറച്ച് കാലമായി എന്നും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരു കുറച്ച് അധികം സാധനങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കൊരു ഉപകാരമാകും. ഇത് ചിക്കൻ കൊണ്ടാട്ടമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ ഇത് ചിക്കൻ ബോൺലെസ് ചിക്കൻ ചെറുതാക്കി അരിഞ്ഞത്, ഉപ്പ് മഞ്ഞൾ മുളക് മല്ലിയില്ല, ഉപ്പ് മഞ്ഞൾ മുളക് ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഇത് ചേട്ടായിക്ക് വേണ്ടിയിട്ടാണ്, 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ചൂടായിക്കോട്ടെ. ഇനി അടുത്തത് ബീഫ്, പെപ്പർ ബീഫ് ഉണ്ടാക്കാണ്. അത് ബീഫ് ഞാൻ വെറുതെ വേവിച്ചു, അരമണിക്കൂറോളം വേവിക്കണം. ഞാൻ കഴിക്കാറില്ല. ഇതിൽ ഞാൻ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കൂടി അരച്ചിട്ട് ഇത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിനി ചുവന്ന മുളക് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബീഫ്, പെപ്പർ ബീഫിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അത് ഭയങ്കര വിലയാണ്, കാരണം ഞാൻ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ബീഫിൻ്റെ ഉള്ളിൽ ബീഫിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അതുതന്നെ ഇതിൽ ഞാൻ ഇപ്പം ഉപ്പ് ഇടാൻ പോവാണ്. പിന്നെ ഇട്ടത് ചിക്കൻ കൊണ്ടാട്ടം, ചേട്ടായിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചിക്കൻ കൊണ്ടാട്ടം ഓരോന്നായിട്ടിടാം. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുക്കളപ്പണി ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരെയൊക്കെ കാണിച്ചു തരാം. പക്ഷെ അതിനൊന്നും ഒരു ഫീഡ്ബാക്കില്ല. നമ്മൾ വല്ല ഉഡായിപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഫീഡ്ബാക്കാണ്. അപ്പോൾ അത് തന്നെ ശരിയൊന്നും നിർത്തി വെച്ചിരിക്കുക. പിന്നെ കുറേ ഞാൻ ചെയ്തു. അപ്പോൾ കുറച്ച് ഉഡായിപ്പ് ചെയ്താലാണ് കുറച്ച് എല്ലാവർക്കും ഇഷ്ടമാവുന്നത്. ഇതിങ്ങനെ കുറച്ചൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വെച്ചതാണ്. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഗരം മസാല, ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇതേത്തെ ഇപ്പോൾ ഇത് നമ്മുടെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ബീഫ് പെപ്പർ ഫ്രൈ. ഇതിന് നമ്മൾ കുറച്ച് മഞ്ഞളിടാണ്. കാരണം ബീഫ് വേവിച്ചപ്പോൾ മഞ്ഞളൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു നുള്ളു മഞ്ഞളിടാണ്. പിന്നെ ഇപ്പം ഇതിൽ ഉപ്പിട്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ഇടുന്നില്ല. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി അധികം ഇടുന്നുണ്ട്, കാരണം മുളക് പൊടിയൊന്നുമില്ലല്ലോ. അപ്പോൾ അത് നിറയ്ക്കുക നന്നായിട്ട്.
ഇത്തിരി ഒന്ന് വാടട്ടെ. അത് കഥകളി കളിക്കണം. ജീവിക്കണമെങ്കിൽ കഥകളി വേണം. കഥകളി അറിയാവുന്നവർക്ക് കുറച്ചുകൂടി ജീവിക്കാൻ എളുപ്പമാണ്. പണിയാണ്. വേർത്ത് ഒഴുകാണ്. നല്ല ചൂട്. ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാണ്ടല്ലോ വീട് ആധാരം വെക്കേണ്ടി വരുന്ന ഇത് വന്നിട്ട് അത്രയും ചൂട്. എ സി ചേട്ടായി ഇടും, ഞങ്ങളിടും. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. ഇത് മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ എല്ലാവരും. എന്നാലും അതാണ് എല്ലാവർക്കും ഇതൊക്കെ കണ്ടു കണ്ട് മടുത്തു. പക്ഷെ ഞാനെപ്പോഴും കാണും കേട്ടോ. ഞാനെപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭക്ഷണം വെക്കണമൊക്കെ. ഞാൻ എപ്പോഴും ഇന്ന് കാണുന്നുണ്ട്. ഇതിലൊക്കെ ടിപ്സ് നമുക്ക് അതിന് കിട്ടും, ഇല്ലാണ്ടില്ല. ശരിക്കും നല്ല നല്ല ടിപ്സുകൾ എനിക്ക് വീഡിയോന്ന് കിട്ടാറുണ്ട്, യൂട്യൂബിൽ നിന്ന് കിട്ടാറുണ്ട്. എത്ര ടിപ്സ് കിട്ടിയാലും കുറേയൊക്കെ നമ്മളുടെ രീതി പോലെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും പലതര ട്രിക്കുകളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ അവിടെ കിടന്ന് വേറൊക്കെ ചേട്ടായിക്കൊരു 2 ദിവസത്തേക്കുള്ള ഉള്ളൂ. നല്ലോണം കഴിക്കും. ചിക്കൻ നന്നായിട്ട് കഴിക്കും. വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ചിക്കൻ എനിക്കറിയില്ലേ എന്നും കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ചിക്കനോട് വലിയ എനിക്ക് ഫിഷിനോട് ഇഷ്ടമാണ്. ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷിന് വേറൊരു ഫിഷായിട്ട് ചെയ്തത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ബീഫ്. അപ്പോൾ ഇതിൽ ബീഫ് വെറുതെ ഞാൻ കുക്കറിൽ വേവിച്ചാണ്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ അരച്ചിട്ട് ഞാൻ ചേർക്കും. ഇതിലേക്ക് ചേർക്കണം. ഈ ചൂട് കാരണം അധികം ചുവന്നമുളക് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്നമുളക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൂടൊന്നുകൂടി നമ്മൾ ശരീരത്തിന് ആവലാതിയാക്കും. ദിവസത്തിൽ ഒരു 10 പ്രാവശ്യം കുളിക്കേണ്ട ഗതികേടാണ്. ഇനിയിപ്പോൾ രാത്രി കിടക്കാൻ പോണ സമയത്ത് കുളിക്കാതൊന്നും നോക്കിയില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതവിടെ കിടന്ന് വേവട്ടെ. ഇത് നല്ല ഡ്രൈ ആവണം. ഇത്തിരി കുഴപ്പമായിട്ട് ഇരുന്നോട്ടെ, ജാറ് കയ്യിലോ. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാറിന് വേറെ ഓടേണ്ടി വരും. ഇപ്പോഴും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പരിപ്പുണ്ട്. ഈ പഴയ സാധനങ്ങളൊന്നും ആരും ഉപയോഗിക്കില്ല. ഒരു ദിവസത്തിന് കൂടുതൽ പഴയതായി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് തൊടില്ല. അപ്പോൾ പിന്നെ അത് മുഴുവൻ ആഴെ തീരുന്ന. ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒരു ഭിക്ഷക്കാരെയൊക്കെ കാണാത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പല പ്രാവശ്യം ഭിക്ഷക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ബാക്കി വന്ന കറികളും ഒക്കെ നല്ല രസമായിട്ടൊക്കെ പൊതിഞ്ഞ് അറിയാ വടാപ്പാവ് വാങ്ങിച്ച് തരുന്നു. ഹേ ഭഗവാൻ ക്യാ ഹോ ഗയ. അപ്പോൾ അവർക്കൊക്കെ ഹൈഫൈ വേണം. അതായത് നമ്മൾ കൊടുക്കുന്ന ആച്ച പൂച്ച ബാക്കി വന്ന സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ വിചാരിച്ച് ഭക്ഷണം എടുക്കലേ ഇത് കളയാനായിട്ട് കേടൊന്നാവാത്ത സാധനങ്ങളാണ് കൊണ്ടുപോയത്. എന്നിട്ട് പറയുക വടാപ്പാവ് വാങ്ങിച്ചു തരുമോ, അല്ലെങ്കിൽ പാനിപ്പൂരി വാങ്ങിച്ചു തരുമോ, മിസിൽ പാവ് വാങ്ങിച്ചു തരുമോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് നല്ല ഗ്രീൻ കളറായിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നല്ല ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്ന് താമസം അപ്പോഴേക്കും ഇത് തിളക്കില്ല. അയ്യോ എന്തൊരു ചൂട്, ഭയങ്കര ചൂടാട്ടോ, കഴിക്കാൻ പറ്റില്ല. ഫുള്ള് വേപ്പ് നനഞ്ഞ് കുതിർന്ന്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഉണക്കപ്പയറിരിക്കും കുറച്ച്. ഇതിന് കുറച്ച് ദാലുണ്ട്. ഇത് മുഴുവൻ ഞാൻ തന്നെ തിന്ന് കേൾക്കുന്നു.
അല്ലാണ്ട് അകവി പിന്നെ എനിക്ക് കളയാൻ ഭയങ്കര എനിക്ക് രണ്ട് കാര്യം ഭയങ്കര സങ്കടമാണ്. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കി കളയുന്നത് ഭയങ്കര സങ്കടമാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ ഉറക്കം എനിക്കില്ലാത്തത് അതൊരു വലിയ സങ്കടം. ഉറക്കത്തിൽ ഭയങ്കര കുറഞ്ഞു. സൂപ്പറായിട്ടൊരു രസമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാത്രി കഴിക്കാറില്ല, അറിയില്ല, വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഇവർ ചാറ് പോലെ എടുത്ത് കഴിക്കും. അങ്ങനെ ഉപ്പുണ്ടോ നോക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല ബീഫ്. അറിയില്ല അറിയില്ല എന്നല്ല, എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ സഹിക്കാൻ മതി. അതാണ് പണ്ടൊക്കെ ഇതിൻ്റെ ആരാധികയായിരുന്നു. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഉപ്പ് നോക്കൽ ഭയങ്കര എനിക്കതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് ഇന്ന് പറയരുതല്ലോ, ആ ഉപ്പില്ല, പിന്നെ ഇനിയിപ്പോൾ എന്നിട്ട് ചെയ്യാം. ഇത്തിരി കൂടി ഞാൻ കുരുമുളക് പൊടി ഇടട്ടോ. മുള്ള് ആദ്യം ചേർക്കണ്ടായിരുന്നു, എന്നാലും ഇനി എരിവിന് കുറവ് വേണ്ടല്ലോ, ഞാൻ ഒത്തിരി ഇടാണ്. ഇനി അടുത്ത സെക്ഷൻ തുടങ്ങാം. അത് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും പിന്നെ 3 കറി ഉണ്ടാക്കണ കാരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നു. ഇത് കുറച്ച് നേരം കൂടി പിശി ഇങ്ങനെ ചെറിയ തീയിൽ വെന്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. നേരത്തെ ചട്ടി വെച്ച് കൊഴുവ മീൻ പീരയാണ്. ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ വറുത്താൻ മാറും. അപ്പോൾ പിന്നെ സാധാരണ തന്നെ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വറുത്താം, വെളിച്ചെണ്ണ വറുത്തി ചൂടാവട്ടെ. ചൂടാകുമ്പോൾ കുറച്ച് കടുക് പൊടിക്കാം, പൊട്ടി വരട്ട്, ഈ സ്റ്റെപ്പ് കഴിഞ്ഞുണ്ട് എടുക്കാം. ഒരു പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇടാം. ചെറുതായിട്ട് ചെയ്യണം. അപ്പോഴേ ഇത്തിരി കടലമാവ് ചേർക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, കടലമാവ്, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിയില്ല കേട്ടോ, പിന്നെ ഇത്തിരി ഗരം മസാല, ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിത് ചെയ്യാറൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കടുക് പൊട്ടി തുടങ്ങി. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ, പച്ചമുളക്,
തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ല കേട്ടോ, ഇഞ്ചി, ഇത്ര നമ്മൾ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കണം. കൊഴുവായതുകൊണ്ട് വേഗം അത് എന്താ പറയുക, പെട്ടെന്ന് വേകും. അത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മീനാണ്. അപ്പം അതിന് അധികം നല്ലോണം പഠിച്ചെടുക്കുക. ഉള്ളു വെള്ളം ഇങ്ങനെ കടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കൊള്ളിടാൻ പോവുകയാണ്. ഉപ്പും ഇതിൽ ഓൾറെഡി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ടുണ്ട്. കൊഴുവ ചെറിയ മീനൊന്നുമല്ല, അതിനാൾ ഉഗ്രനാണ്. ഇതിൽ ഇത്തിരി വെള്ളമുണ്ട്. ഇപ്പോൾ വെള്ളം ഇതായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഞാൻ ഈ കഴുകിയ ഈ വെള്ളം നുള്ള് വെള്ളം ഒഴിക്കുകയാണ്. പലരും പല രീതിയിലാണ് കേട്ടോ വെച്ചത്. ഞാനിങ്ങനെ വയ്ക്കുക. ഇത് ഇളക്കി വിടാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഇതിൽ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവപ്പൊടി ഇല്ല, ഉലുവപ്പൊടി ഇടുന്നുണ്ട്. ഒത്തിരി നുള്ളു കായം, ഒരു കുത്തുമണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കായപ്പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഓൾറെഡി ഇട്ടുണ്ട് ഞാൻ. എന്ന് വെച്ചാൽ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ഇടാം. ഇത് അധികം ഇട്ടിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് മീൻ ഭയങ്കര സോഫ്റ്റാണ്, അത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ടാറ്റ, ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ വീണ്ടും കാണാം. നമുക്ക് പലതരം വീഡിയോകളായിട്ട് എപ്പോഴും ഇങ്ങനെ വെക്കണ വീഡിയോകൾ എന്നേക്കാളൊക്കെ സൂപ്പറായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ ആര് നോക്കാനാണ്? ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിത് 3 ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇതിൽ ഞാൻ എടുത്തു എന്നുള്ളൂ. ഇങ്ങനെ ഒരു അടുപ്പിച്ചൊരു 3-4 കൂട്ടം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ഞാൻ ഇങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതിനേക്കാളൊക്കെ ഇഷ്ടം പലർക്കും പലതാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങുക, സന്തോഷിച്ചിട്ട് ഉറങ്ങുക. ഓക്കെ, ബൈ ബൈ.